അതേ തുടർന്ന് വായടച്ചു വെക്കാൻ പറയും. എന്റെ പൊന്ന ആങ്കർ, ഞാനൊരു കാര്യം പറയാം. CPM ഏരിയ കമ്മിറ്റി മെമ്പർ അവൻ എന്താ പറഞ്ഞറിയോ? ഒരു അമ്മയെ വിളിച്ചിരുത്തി പറയാ, ഇന്ന് വിജയനായിരുന്നു. അല്ല, ഇത്തരം പദങ്ങള് അതിന് പല ബേസിൽ ഉപയോഗിച്ച പദം ആ ചെറ്റാനാറി ആ പദം ഒട്ടും ശരിയായിട്ടില്ല സുരേഷ് കുമാർ. അതേ തുടർന്ന് വായടച്ചു വെക്കാൻ പറയൂ. ആദ്യം വായടച്ചു വെക്കാൻ പറയൂ. അദ്ദേഹത്തിന്റെ വായിൽ നിന്നും വമിച്ചത് കോൺഗ്രസിന്റെ സംസ്കാരം. ബസിൽ പാറേക്കുടി എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ കൈരളി ചാനലിൻ്റെ ചാനൽ ചർച്ചയ്ക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് വന്നതാണോ അതോ കൈരളിക്കാരെ അങ്ങോട്ടേക്ക് വിളിച്ച് ക്ഷണിച്ചിട്ട് വന്നതാണോ എന്നറിയില്ല കേട്ടോ. ഇമ്മാതിരി ടീമിനെയൊക്കെ കൈരളി ചാനലിങ്ങനെ വിളിച്ചിട്ട് എന്തിനാണ് ചാനൽ ചർച്ചയിൽ പങ്കെടുപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. കോൺഗ്രസിൻ്റെ ആരെയും കിട്ടിയിട്ടില്ലേ? അല്ല, ആരും വരുന്നില്ലേ കൈരളി ചാനലിൽ? എന്ത് ടീമാണ് ഇവൻ്റെ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ബസിൽ പാറേക്കുടി എന്നാണ് പേര്. നിങ്ങൾ ആരെങ്കിലും ഇയാളെ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇയാളെക്കുറിച്ച് എന്തെങ്കിലും അറിയോ? എന്ത് വാക്കാണ് ഒരു ചാനൽ ചർച്ചയിൽ വന്നിട്ട് കേരളം മൊത്തം കാണുന്ന ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്നിട്ട് സംസാരിക്കുന്നത്? ഇനി ഒന്നും വേണ്ട. നമ്മളൊരു ചാനലിൽ പോയിട്ട് ഇരുന്നാൽ നമ്മൾ സഭ്യമായ ഭാഷ പറയണ്ടേ? ആ ഒരു വീഡിയോ ഒക്കെ കഴിഞ്ഞ ദിവസം തേഞ്ഞു ഒട്ടിയതാണ്. ആ ഒരു അമ്മച്ചി പറഞ്ഞത് എങ്ങനെയാണ് പറഞ്ഞതെന്നൊക്കെ കേരള ജനങ്ങൾ കണ്ടറിഞ്ഞതാണ്. എന്നിട്ട് അമ്മാരി വാക്കാണ് ചങ്ങായി പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ അയാളെ കുറ്റം പറയുന്നില്ല. കാരണം അയാളേതായ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുക എന്നൊക്കെ പറയുന്നത് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിട്ട് വലിയ ഒരു പ്രതീക്ഷയുള്ള കാര്യമാണ്. പക്ഷേ ഈ കൈരളി ചാനൽ ഇതെന്ത് കണ്ടിട്ടാണ് ഇയാളെ വിളിച്ചത് എന്നാണ് എനിക്കറിയേണ്ടത്. ഇമ്മാരി ടീമിനെ വിളിക്കുമ്പം കുറച്ചൊരു ചിന്തിക്കണ്ടേ? അപ്പോൾ ഇയാളെ പറ്റി മുന്നേ അറിയില്ല എന്ന് വിചാരിക്കുക. പക്ഷെ എന്നാലും ഇവൻ ആദ്യമായിട്ടായിരിക്കില്ല ഇങ്ങനത്തെ ഭാഷ. ഈ ഭാഷ ഇവിടെ ഈ ഫ്ലോർ പറയുന്നുണ്ടെങ്കിൽ ഓൻ്റെ നാട്ടിലും ഓൻ്റെ വീട്ടിലും ഉപയോഗിക്കുന്ന ഭാഷ എന്തായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാം. ഓൻ്റെ സുഹൃത്തുക്കളെടുക്കുകയും ഓൻ്റെ പൊതുപ്രവർത്തനം എന്ത് തന്നെയാണ് എന്നതൊക്കെ ഈ ഒരു ഭാഷയിൽ മനസ്സിലാകുന്നുണ്ട്. എന്നിട്ട് കൈരളി ചാനൽ, ഞാൻ ഓനെ കുറ്റം പറയുന്നില്ല, കൈരളി ചാനല് ഇമ്മാരി ടീമിനൊന്നും വിളിച്ചിട്ട് ഇതൊന്നും പറയിപ്പിക്കാറട്ടാ വെറുതെ.